ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോൺ അഥവാ ചോളം കൊണ്ടുണ്ടാക്കിയ സാലഡ് കഴിച്ചിട്ടുണ്ടോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ 2 സാലഡ് റെസിപ്പീസാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒരു കോൺ അഥവാ ചോളം ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനും വൈകുന്നേരം ബേക്കറി പലഹാരങ്ങളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ കോൺ വെന്തു. ഇനി ഒരു പാനിലേക്ക് ഒരല്പം ബട്ടർ ചൂടാക്കി, ബട്ടർ ഇല്ലെങ്കിൽ ഓയിലായാലും സാരമില്ല, ഏത് ഓയിലാണെങ്കിലും. അതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുകയാണ് ഞാൻ. എന്താണ് വീട്ടിൽ ഉള്ള അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ എന്താണുള്ളത് അതൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് കോൺ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചാട്ട് മസാലയാണ് ഇതിലിനി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചാട്ട് മസാല ഇല്ലെങ്കിലും സാരമില്ല, മുളക് പൊടി മാത്രം ചേർത്താലും മതി. ചാട്ട് മസാല ആകുമ്പോൾ അതിൽ കുറേ മസാലകളെല്ലാം മിക്സാണ്, അതുകൊണ്ട് അത് കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇതിൽ 1/2 കപ്പ് മാതളം കൂടി ചേർത്തു, കാഴ്ചയിലൊരു ഭംഗിക്ക് വേണ്ടിയും കുറച്ച് ഹെൽത്തി ആകാനും വേണ്ടി. 1/2 മുറി നാരങ്ങ നീര് ചേർക്കാം. ഇപ്പോൾ ഇത് എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായി. അല്പം മല്ലിയില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എത്രമാത്രം ടേസ്റ്റിയാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും നല്ല ഇഷ്ടമാവും ഇത്. ഇനി കോൺ ചേർത്തുള്ള രണ്ടാമത്തെ റെസിപ്പിയാണ്. പാൻ ചൂടാക്കി 1 ടീസ്പൂൺ മസ്റ്റർഡ് ഓയിലാണ് ഒഴിക്കുന്നത്. അതിൽ 1/2 ടീസ്പൂൺ കടുകും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. മസ്റ്റർഡ് ഓയിൽ ഇല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൽ 1/4 കപ്പ് വേവിച്ച കടല ചേർക്കാം. കറുത്ത കടല ഇല്ലെങ്കിൽ വെള്ളക്കടല ആയിരുന്നാലും കുഴപ്പമില്ല. ഇതിലിനി 1 കപ്പ് വേവിച്ച കോൺ ചേർക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടലയുടെയും കോണിൻ്റെയും ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിലെ ആവശ്യമായ ഉപ്പും ചാട്ട് മസാലയും ചേർക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏത് മസാലയാണോ നമുക്കിഷ്ടം അത് അല്പം ചേർത്തതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇതിലിനി ചെറുതായി അരിഞ്ഞ സവാളയും കുറച്ച് ടൊമാറ്റോയും കുറച്ച് ക്യാരറ്റും കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും 1 മുറി നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, എളുപ്പത്തിൽ 2 സലാഡ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.